10 കൊല്ലം മുമ്പ് വരെ റോഡിന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു, അന്ന് മൻമോഹൻ സിംഗിന്റെ ഭരണമാണ്. അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു. അത് വലിയ സംഭവമല്ലേ? മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം. അപ്പം ആരോ മന്ത്രിമാർ ചോദിച്ചു, എന്താണ് ചിരിക്കുന്നത്, എന്താണ് പതിവില്ലാതെ ചിരിക്കുന്നത്? അപ്പൊ മൻമോഹൻ പറഞ്ഞു, ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് വന്ന ഒരു റിപ്പോർട്ടാണ്. ഞങ്ങൾക്ക് ഹൈവേക്ക് 45 മീറ്റർ വേണ്ട, 35 മതി എന്ന് എല്ലാവരും കൂടെ കൂടി പാസ്സാക്കിയിരിക്കുന്നത്. പുള്ളി ചിരിക്കുന്നത്, ലോകത്തെല്ലാവരും ഞങ്ങളുടെ ഹൈവേയുടെ വീതി കൂട്ടണം, കൂടുതൽ ഫെസിലിറ്റി വേണമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ചു തരണമെന്ന് പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരള. ഇതാണ് രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പൊതു സംവിധാനത്തിലുള്ളവർക്കും ഒക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം. ഇത് മാത്രമേ ഉള്ളൂ കേരളത്തിന് കുഴപ്പം. പാത 30 മീറ്റർ ആക്കി ചുരുക്കണമെന്ന് കേരളത്തിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു എന്നുള്ളതാണ്. എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? ഏത് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്? വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാവരും 30 മീറ്റർ യാതൊരു കാരണവശാലും കൂട്ടരുത്. അങ്കമാലി മുതൽ അരൂർ ചേർക്കല വരെ നോക്കൂ, ഇപ്പൊ 30 മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത്. ആ റോഡിന്റെ 2 സൈഡും കണ്ടാൽ തന്നെ അത് വെട്ടിമാറ്റിയാൽ തന്നെ പിന്നെ 30-നും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പൊ അതിന്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം വന്നു. ആൾ പാർട്ടീസ് യോഗത്തിലെ ചർച്ചയിൽ എല്ലാവരും ഏകകണ്ഠമായി 30 മീറ്ററിൽ കൂടാൻ